ഹലോ എവ്രി വൺ, ശിവ ബ്ലെസ്സിങ്സ് ടാരോട്ട് റീഡിങ്ങിൻ്റെ മറ്റൊരു റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ ആണ് കേട്ടോ. അപ്പം റിലേഷൻഷിപ്പ് റീഡിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരു ഡിക്ലൈമർ പറയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളിത് എപ്പോൾ തൊട്ട് കാണുന്നോ അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് കേട്ടോ. പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. എല്ലാവരുടെയും സിറ്റുവേഷൻസ് പലതാണ് അല്ലേ. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, അല്ലാത്തതൊക്കെ വിട്ടേക്കുക. നിങ്ങളുടെ സാഹചര്യം എന്താ നോക്കുക കേട്ടോ, അതിനനുസരിച്ച് മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലേ ഇവിടുത്തെ കാർഡ്സൊക്കെ എന്താ കിട്ടിയേക്കുന്നതെന്ന്. ബോട്ടം വന്നിരിക്കുന്നത് 9 ഓഫ് സോർഡ്സ് ആണ്. പിന്നെ ബാക്കിയുള്ള സ്പ്രെഡ്സൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അദ്ദേഹം ഒരു വളരെ കടുത്ത മാനസിക വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ ബന്ധത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് വളരെ വിഷമിച്ചിരിക്കുന്ന ഒരാളെയാണ് കാണുന്നത്. നിങ്ങൾ ഉണ്ടായിട്ടുള്ള തർക്കങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം. അത് വിവാഹ ബന്ധത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും, എന്താണെങ്കിലും എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിൽ ആ പേഴ്സണ് വളരെ വിഷമം ഉണ്ടെന്നുള്ള കാര്യമാണ്. അതല്ലേ നമുക്ക് 3 ഓഫ് സോർട്സ് കണ്ടാൽ തന്നെ അറിയാം. ഹൃദയം തകർന്ന അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ 10 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അതിലും പറയുന്നത് അദ്ദേഹം ഒരുപാട് കഷ്ടതകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് ഭാരം അദ്ദേഹത്തിൻ്റെ ചുമലിലുണ്ടെന്നുള്ള കാര്യം വളരെ ക്ലിയറായിട്ടൂടെ പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ആലോചിച്ച് റിലേഷൻഷിപ്പിലുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആലോചിച്ച് വളരെ തകർന്നിരിക്കുന്ന ഒരാളാണ്. അതിനിടയിൽ കൂടെ ഉള്ള ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ബാക്കിയുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം കുടുംബത്തിൻ്റെ ചുമതലകളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം. അതിനെ മാനേജ് ചെയ്യാൻ വളരെ പരിശ്രമിക്കുന്ന ഒരാളെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഒരുപാട് ഭാരം അദ്ദേഹത്തിൻ്റെ ചുമലിലുണ്ട്. അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണണം എന്ന് അദ്ദേഹത്തിന് ഭയങ്കര കൺഫ്യൂഷനുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം അത്രയും വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. എന്തൊക്കെ സാഹചര്യങ്ങളാണ് അത് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാനും. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സെപ്പറേഷൻ ഫേസിലൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. ഇവിടെ 6 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 8 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഒത്തിരി ശ്രമിക്കുന്നുണ്ട് ഈ ബന്ധത്തിലെ ഒരു നല്ലൊരു ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നല്ലൊരു തുടക്കത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം വളരെ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് സമയമെടുക്കും. ഓരോ കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അത് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ രണ്ടുപേരും മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതൊന്ന് ഹീലാവാൻ ഒരുപാട് സമയമെടുക്കും. നമ്മുടെ റിലേഷൻഷിപ്പൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അത് അദ്ദേഹം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഇവിടെ കാണുന്നുണ്ട്. ഇപ്പം 8 ഓഫ് പെന്റക്കിൾ അതാണ് പറയുന്നത്. അതായത് ഒത്തിരി സമയം എടുത്താലും അദ്ദേഹം മെല്ലെ മെല്ലെ ഓരോന്നും സോർട്ട് ഔട്ട് ചെയ്ത് വരുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അപ്പം ആ കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് വന്ന് നിങ്ങളുടെ അടുത്തേക്ക് വളരെ നല്ല രീതിയിൽ വരും. എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം ഒരു നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നുള്ള കാര്യം ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് ആഴ്ന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് എൻ്റെ മൂൺ കാർഡ് വന്നിരിക്കുന്നത്. ഭയങ്കര കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെയാണ്. അത് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ എന്തായാലും അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും വരും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും, ഒരു നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്കായിട്ട് തരും എന്നുള്ള കാര്യമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ടായുള്ള കാര്യങ്ങൾ അത് ഒന്ന് ഹീലാവണമെങ്കിൽ, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്ന് സോൾവ് ആവണമെങ്കിൽ രണ്ടുപേരും ഹീലാവണം അല്ലേ. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ രണ്ടുപേരും ഹീലായാൽ മാത്രമാണ് നമുക്ക് ആ റിലേഷൻഷിപ്പിൽ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ കൂടുതലായിട്ടും സെൽഫ് ലവും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഇരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹവും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി
നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു സിറ്റുവേഷനിലേക്ക് പോയതാവാം. അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളെ ആലോചിച്ച് അതിൽ മാത്രം ഊന്നി ജീവിക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്ന സാഹചര്യമായിരിക്കാം. എന്തുവാണെങ്കിലും എന്ത് സാഹചര്യമാണെങ്കിലും അദ്ദേഹം എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. പക്ഷേ അതിന് കുറച്ച് സമയമെടുക്കും, അല്ലെങ്കിൽ അതിന് അദ്ദേഹത്തിൻ്റെതായ കുറേ പടിപടിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇമോഷണലി അദ്ദേഹം ഭയങ്കര രസമാണ്. നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നതുകൊണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ ആലോചിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായ കാര്യങ്ങളെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളായിരിക്കാം. അതിൽ നിന്നൊക്കെ ആലോചിച്ച് അദ്ദേഹം വളരെ വിഷമത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് അവസാനം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശുഭ പ്രതീക്ഷയോടുകൂടി തന്നെ ഇരിക്കാം. എന്തായാലും നല്ലൊരു തുടക്കത്തോടുകൂടി, അല്ലെങ്കിൽ നല്ലൊരു സ്റ്റെപ്പായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പായിരിക്കാം. അതിലേക്ക് എന്തായാലും നിങ്ങൾക്ക് 2 പേർക്കും നല്ലൊരു കാൽവയ്പുണ്ട് എന്നുള്ള കാര്യം ഇവിടെ നന്നായിട്ട് കാണുന്നുണ്ട്. അതാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പം അത്രയും പോസിറ്റീവായിട്ടിരിക്കുക, വിഷമങ്ങളൊന്നും വേണ്ട. നമ്മൾ ഇപ്പം സെപ്പറേഷൻ ഫേസിലാണെങ്കിൽ, ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ സെപ്പറേഷൻ ഫേസിലായിരിക്കാം ചിലർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനസികമായിട്ടോ ഉള്ള പ്രശ്നങ്ങളിൽ രണ്ടുപേരും അകന്നിരിക്കുന്ന സാഹചര്യങ്ങളായിരിക്കാം. അപ്പോൾ അതിലൊക്കെ എന്തൊക്കെ ആയാലും നമുക്കൊരു വിശകലനം എപ്പോഴും ആവശ്യമാണ്, അല്ലേ? ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വിശകലനം ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫേസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ അതിനായി വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ്. അപ്പം നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സെൽഫ് ലവ്, നമ്മുടെ കാര്യങ്ങളിൽ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിലേക്ക് കൂടുതലായിട്ടും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, അട്രാക്റ്റ് ചെയ്യപ്പെടും. വ്യക്തികളാണെങ്കിലും എന്ത് സാഹചര്യമാണെങ്കിലും നമ്മുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. സോ പോസിറ്റീവായിട്ടിരിക്കുക, നല്ല മാത്രം ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്ന് എടുക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.